അഡ്വക്കേറ്റ് അസ്കർ, നേരത്തെ ശശികുമാർ സാർ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങൾ അല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അല്ല, അന്നമ്പ്യത്തിൽ എന്ത് അയഥാർത്ഥ്യമായിട്ടുള്ള നോക്കൂ, നമ്പർ 1 കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് പറയുന്നു. ഇവിടെ തന്നെ ചില ഉദാഹരണങ്ങൾ നിരത്തി. നിങ്ങൾ പറയുന്നു കോട്ടയത്ത് ഒരു ആശുപത്രി പറഞ്ഞുകൊണ്ടല്ലോ, ഏതെങ്കിലും രോഗിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചാലോ ആരോഗ്യരംഗം നമ്പർ 1 അല്ലതാകുമോ? ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ മേഖല കേരളത്തിലാണെന്ന് നീതി ആയോഗ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അഭിനന്ദനങ്ങൾ പലവട്ടം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികൾ കേരളത്തെ അഭിനന്ദനം അർഹിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് കേരള മോഡൽ എന്ന്, ലോകോത്തര നിലവാരം എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേരള മോഡൽ ലോകോത്തരമായി ആരോഗ്യരംഗത്ത് നിൽക്കുന്നതിന്റെ ഉത്തരവാദിത്വം വീണ ജോർജിനോ അതിനു മുമ്പ് ശൈലജ ടീച്ചർക്കോ ആണെന്ന് അവകാശവാദം ഉന്നയിക്കാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ തുടങ്ങിയ കേരളത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ മുതൽ അതിനുശേഷം വന്നിട്ടുള്ള ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള നേട്ടങ്ങളുടെ തുടർച്ചയാണ്. സാധാരണ അത് അംഗീകരിക്കുന്നതിന് ഒരു മനസ്സും ഇക്കാര്യത്തിൽ എനിക്കില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്നതിനു വേണ്ടി വീണ ജോർജിനെയോ ശൈലജ ടീച്ചറെയോ വിമർശിക്കുന്നതിനു വേണ്ടി ആരോഗ്യരംഗം അപ്പാടെ തകർന്നുപോയി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ആരോഗ്യരംഗം കേരളത്തിൽ വിഭിന്നമാണ്, ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. ഒരു വർഷം 350 കുട്ടികൾ പിറന്ന ഉടനെ മരിച്ചു വീണ UP അല്ല കേരളം. അത് ഒരു ഡോക്ടർ കഫീൽ ഖാനെ പോലെ നാടുവിട്ടോടെ അട്ടപ്പാടി കേരളത്തിലല്ലോ അഡ്വക്കേറ്റ് ഹസ്ക. നിങ്ങൾ ഓരോ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ അട്ടപ്പാടി പറയുമ്പോ എന്തിനാ? അല്ല, അട്ടപ്പാടിയിൽ ശിശുമരണ നിരക്ക്, മാതൃ ശിശുമരണ നിരക്ക് കേരളത്തില് എത്ര നമ്പറാണെന്നറിയാമോ? ഇന്ത്യയിൽ എത്ര നമ്പർ സ്ഥാനത്താണ് മാതൃ ശിശു മരണ നിരക്ക് ഉള്ളതെന്നറിയാമോ? 1ാമതാണ്. എന്തുകൊണ്ടാണ്? ഈ അട്ടപ്പാടി അടക്കമുണ്ടായിരുന്നിട്ടും 1ാം സ്ഥാനത്ത് മാതൃ ശിശു മരണ നിരക്ക് കേരളത്തിൽ 1ാമത് നിൽക്കുന്നത് ആരോഗ്യമേഖലയുടെ മികവുകൊണ്ടാ. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആശാവർക്കർമാരുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഗർഭസ്ഥ അവസ്ഥയിൽ നിന്ന് തുടങ്ങി അത് നിങ്ങൾ സ്പോൺസർ ചെയ്ത സമരമല്ലേ? നിങ്ങൾ സ്പോൺസർ ചെയ്ത സമരാണല്ലോ. സ്പോൺസർ ചെയ്ത സമരം അല്ല, മഴയത്ത് ടാർപ്പാളിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചവരുടെ ടാർപ്പാളിൻ പിടിച്ചു മാറ്റുന്ന നിങ്ങളുടെ പോലീസിനോട് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ ചെയ്യുന്നത് ഒരു സാധാരണ സ്ത്രീകൾ വന്നിരുന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അവർക്ക് 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുമ്പോൾ, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുമഴയത്ത് ആ ടാർപ്പാളിൻ വലിച്ചു മാറ്റുന്ന പോലീസിനെ CPM വിട്ടാൽ അവർക്ക് പിന്നെ കുട വാങ്ങി കൊടുക്കുകയല്ലേ ഒരു പൊതുപ്രവർത്തകന്റെ ജോലി അല്ലേ? അല്ല, അവർ ആ മഴയത്ത് നനയട്ടെ എന്ന് തീരുമാനിക്കണം. നിങ്ങളെപ്പോലെ ഹൃദയമില്ലാതെ അങ്ങനെയാണോ തീരുമാനിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ? അങ്ങനെയാണോ? നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും. കാരണം 51 വെട്ടി സ്വന്തം സഹപ്രവർത്തകനെ കൊല്ലാൻ ഒരു മടിയില്ലാത്തൊരു പാർട്ടിക്ക് ഇതിലപ്പുറം സാധിക്കും. ഞാൻ താങ്കൾ പറഞ്ഞതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ നിങ്ങൾ ദേശീയ സൂചികയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ദേശീയ സൂചികയ്ക്ക് കൊടുക്കുന്ന കണക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അതായത് ഈ ദേശീയ സൂചിക തീരുമാനിക്കുന്നതിന് വേണ്ടി കുറെ നോംസ് ഈ സ്റ്റേറ്റിലേക്ക് അയക്കും. ആ സ്റ്റേറ്റിലേക്ക് അയക്കുന്ന നോംസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അന്ന് പറഞ്ഞണം എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ടാ. പിന്നെ അന്താരാഷ്ട്ര ഒരു കാര്യം കൂടി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അവാർഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അതോ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയോ UK പോയി ഒരു അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞത് പാർലമെന്റ് വിളിച്ചു കൊടുത്തു എന്നാണ്. അതായത് UK പാർലമെന്റ് നേരിട്ട് അവരെ വിളിച്ചു കൊടുത്തു എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ നിങ്ങൾ തള്ളിമറിച്ചത്. അവസാനം അതിനകത്ത് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ CPIM മേയർക്ക് അവാർഡ് കിട്ടിയിടത്ത് CPIM പാർട്ടി എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് പറഞ്ഞൊരു ദേശീയ സൂചികയിലേക്കുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൊടുക്കുന്ന ആളുകൾ നിങ്ങളുടെ അച്ചാരം വാങ്ങിയിരിക്കുന്ന കേരളത്തിലെ ഈ പറയുന്ന ഹെൽത്ത് ഡയറക്ടറേറ്റിൽ ഇരിക്കുന്ന ആളുകളാണ്. അവർ കൊടുക്കുന്ന അവാർഡുകൾ എങ്ങനെയായിരിക്കും, അവർ കൊടുക്കുന്ന രേഖകൾ എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ഹസ്കറിനോട്
നേരിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. 18 വർഷമായി തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നയാളാണ്. ഞാൻ താങ്കളെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ജനൻ ടി വിയുടെ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് താങ്കൾ പറഞ്ഞല്ലോ ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ കോളേജുകളും ആതുരാലയങ്ങളുമാണല്ലോ കേരളത്തിലുള്ളത്. തിരുവനന്തപുരത്ത്, തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിപ്പാടകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ താങ്കൾ ഹസ്കർ വരാൻ തയ്യാറുണ്ടോ? ഒരു ബെഡിനകത്ത് 4 പേര് കിടക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുവന്നാൽ തിരിഞ്ഞു നോക്കാൻ മണിക്കൂറുകൾ എടുക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരാളെ കൊണ്ടുവന്നിട്ട് അയാൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ഇതാണോ നിങ്ങൾ ഉയർത്തി കാണിക്കാൻ പോകുന്ന ആരോഗ്യ മേഖലയുടെ വലിയ വലിയ മികവുകൾ? പറയാൻ തയ്യാറുണ്ടോ ഹസ്കർ? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. താങ്കളുടെ വഴിച്ചിലടക്കം മുഴുവൻ തുകയും തരാൻ ഞാൻ തയ്യാറുണ്ട്. താങ്കൾ വരാൻ തയ്യാറുണ്ട്? നമുക്ക് ജനൻ ടി വിയെ കൂടെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ കോളേജിനകത്ത് കയറിയിട്ട് താങ്കൾ പറഞ്ഞ ലോകോത്തര നിലവാരം ഈ നാട്ടിലെ സാധാരണക്കാരനൊന്ന് കാട്ടിക്കൊടുക്കാം. ധൈര്യമുണ്ടോ? നന്ദു, ഞാൻ എന്റെ 16 വയസ്സ് മുതൽ ആശുപത്രികളിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സാഹചര്യമൊക്കെ നല്ലത് വൃത്തിയായിട്ട് ഒരുപക്ഷെ നന്ദു 18 കൊല്ലത്തിനിടെ എനിക്ക് അനുഭവം. താങ്കളെക്കാൾ വളരെ ജൂനിയർ ആണ്. താങ്കളുടെ അനുഭവ സമ്പത്ത് മാത്രമായിരിക്കും എന്റെ പ്രായം. ഞാൻ താങ്കളെ വളരെ വളരെ വിനയത്തോടു കൂടിയാണ് വെല്ലുവിളിക്കുന്നത്. താങ്കൾ വരാൻ തയ്യാറാണ്? എന്നിട്ട് നമുക്ക് കേരളത്തിന്റെ മുൻപാകെ, കേരളത്തിലെ സാധാരണക്കാരുടെ മുൻപാകെ, കേരളത്തിലെ പിണറായി വിജയൻ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന നമ്പർ 1 കേരളത്തിലെ ഈ പറയുന്ന ആരോഗ്യ രംഗത്തെ ഒന്ന് കാട്ടിക്കൊടുക്കാം, തുറന്നു കാട്ടാം. വരൂ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുമല്ലോ. നിങ്ങൾ മാപ്പും പറയണ്ട. അനിലേട്ടനെ കൂടെ വിളിക്കാം. അതല്ല, ഇതിലൊന്നും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഹസ്കറേട്ടാ ഈ വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് വായിൽ വരുന്നത് എന്ത് കോതയ്ക്ക് പാട്ട് പോലെ പാടല്ലേ? ഞാൻ ചോദിച്ച ഡയറക്റ്റ് ചോദ്യത്തിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? ഞാൻ ചോദിച്ച ഡയറക്റ്റ് ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളുടെയും പ്രൈമിൽ സംസാരിച്ച ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു. ഞാൻ പറയുന്നത് വേറെ ഒന്നും വേണ്ടെന്നേ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാ പൊതുസമൂഹത്തോട്. നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ? ഞാൻ അനുഭവങ്ങൾ പറഞ്ഞുതരാം. പറഞ്ഞുതരാമെന്നേ. നിങ്ങൾ ചുമ്മാ വന്നിരുന്നിട്ട് എന്ത് പറഞ്ഞാലും പിണറായി സ്തോത്രം പറയും പോലെ വന്നിരുന്ന് അങ്ങ് പിണറായി വിജയനെ പുകഴ്ത്തിയിട്ട് പോയാലോ? ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ അറിയണ്ടേ? ഈ നാട്ടിലെ സാധാരണക്കാരൻ നിങ്ങളുടെ ഈ പറയുന്ന നമ്പർ 1 കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവന് 10 മരുന്ന് എഴുതിയാൽ ഒരു മരുന്ന് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. നമ്പർ 1 ആണെങ്കിൽ നിങ്ങൾ ഏത് വെല്ലുവിളി? ഞാനാണ് ആദ്യം താങ്കളോട് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ഏറ്റെടുക്കുക. എന്നിട്ട് താങ്കൾ പറയുന്നത് ഏത് വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുക്കാം? ഏത് വെല്ലുവിളി ഏറ്റെടുക്കാന്ന്? യു പിയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു സന്ദർശനം നടത്തണം. ഞാൻ വരാം. അവിടെ ആ സാമൂഹിക ആരോഗ്യ താങ്കൾ തിരുവനന്തപുരത്ത് വരാൻ തയ്യാറുണ്ടോ? താങ്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരാൻ തയ്യാറുണ്ടോ? ഞാൻ വരാം. താങ്കൾ പറയുന്ന സ്ഥലത്ത് വരാം. പക്ഷെ താങ്കൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വരാൻ തയ്യാറുണ്ടോ? അത് പറയുന്നേ. കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യവും ഇപ്പൊ 10 കൊല്ലത്തിന് ശേഷം ഇപ്പോഴത്തെ സാഹചര്യവും താരതമ്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ അറിയാം. എന്താണെന്നറിയാമോ? ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണെന്നേ. ഞാൻ 10 കൊല്ലം മുന്നുള്ള സാഹചര്യം പറഞ്ഞത്. ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് പോകുമ്പോ അങ്ങനെ നിങ്ങൾ എല്ലാം വെള്ളപൂശി പോവാതെ ഞാൻ 10 വർഷം മുൻപത്തെ സാഹചര്യം പറഞ്ഞുതരാന്നേ. ഞാൻ എന്റെ പിതാവിനെയും കൊണ്ട് പോയപ്പോ ഞാൻ അനുഭവിച്ച യാതനകൾ ഞാൻ പറഞ്ഞുതരാന്നേ. ഞാൻ അതിനുശേഷം എന്റെ വീട്ടിൽ ഒരാളെയും കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. മനസ്സിലായില്ലേ? താങ്കൾക്ക് അതിനുശേഷം 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴും ഇതേ സാഹചര്യം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു. ഒരു നിമിഷം. അഡ്വക്കേറ്റ് യെസ്, അത് കിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ നന്ദു, തുടരാം. അല്ല, ഇതിനകത്ത് വളരെ കൃത്യമായി ഞാനൊരു കാര്യം പറയാം. അതായത് ഇങ്ങനെ വന്നിരുന്ന് ഇവർക്ക് കുറേ പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ചില ക്യാപ്സ്യൂളുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്നതാണ് CPM-ന്റെ ശൈലി. CPM എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. CPM എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടില്ലേ, ഈ കൊല്ലം ഭാഗത്തൊക്കെ ഈ അണ്ടി തല്ലുന്ന ഓഫീസിൽ നിന്ന്, ഈ ആഫീസുകളിൽ നിന്ന് പാവപ്പെട്ട അമ്മമാർ ഈ പണി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് CPM ഒരു ജാഥ നടത്തും. എന്നിട്ട് ഫ്രണ്ടിൽ 4 CPM-കാർ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കും. ഈ പാവപ്പെട്ട അമ്മമാർക്ക് എന്താണ് ഈ മുദ്രാവാക്യത്തിൽ പറയുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത നിരക്ഷരായിട്ടുള്ള ആളുകളാണ് അവർ. ബാക്കിൽ നിന്ന്
നിന്ന് മുന്നേ പോകുന്ന തമ്പ്രാൻ ചൊല്ലുന്ന എന്തൊരു കുന്തവും സിന്ദാബാദ് എന്ന് വിളിച്ച് മുൻപോട്ട് നടന്നു പോകുമ്പോൾ അതിനെക്കാട്ടി കേരളത്തിനകത്ത് ഞങ്ങൾക്ക് വലിയ അടിത്തറയുണ്ട് എന്ന് പറഞ്ഞിരുന്നവരാണ് CPM എന്നേ. CPMന്റെ അവസ്ഥ എന്താ? ഞാനൊരു 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം ചേട്ടാ. അതായത് ഇതിനകത്ത് ഹസ്കറിന് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് പറയുന്നത് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ചെന്ന് സന്ദർശിച്ചതിന് ശേഷം ഇത്തരം മികവുകളെക്കുറിച്ച് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കണം. ഇന്ന് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുജനാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ എഴുതി വെച്ചിരിക്കുക ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ആ ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നേ. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മികവുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാവുന്നത്. കേരളത്തിൽ ഇപ്പോൾ പറയുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ശ്രീചിത്രയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പുരോഗതികൾ, RCCയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പുരോഗതികൾ, ഇതിൻ്റെ എല്ലാം പിൻബലം എവിടെയാണ്? അതെല്ലാം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഫ്ലെക്സിൽ മാത്രം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ജൻ ഔഷധിയിലൊരു പോസ്റ്ററിൽ മന്ത്രി രാജീവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതുവരെ ഞങ്ങളുടേതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ. അപ്പോൾ ഈ നിലയ്ക്കാണ് ഈ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഇനി അദ്ദേഹം പറയാൻ ശ്രമിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം പറയുകയാണ്, ഈ നാട്ടിൽ ഈ വിദ്യാർത്ഥികളെ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയം നമ്മുടെ അനുബന്ധമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കൺസെപ്റ്റ്. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയങ്ങൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഒരു ചോദ്യ പേപ്പറിൽ ഒരു അധ്യാപകൻ ഒരു ചോദ്യം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന ശൈലി കേരളത്തിൽ അനുവർത്തിക്കേണ്ടതാണോ? കേരളത്തിൽ അങ്ങനെ ഒരു ശൈലി കൊണ്ടുവരണം എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ പാനൽ ഡിസ്കഷനുകൾ ഉണ്ടാവേണ്ടത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ വിഷയം, ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ സൂചികയിൽ അദ്ദേഹം 1-ാം നമ്പർ വന്നു. ഇത് കണക്ക് കൊടുക്കുന്നത് ആരാ? കണക്ക് കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നേ. കേരളത്തിൽ നിന്ന് ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ കൊടുത്താണ് പല ഫണ്ടുകളും ഇവർക്ക് പാസ്സാവാതായത്. ഇവർ കൊടുക്കുന്ന കണക്കുകളെക്കുറിച്ച് ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന തുകയും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് കാണുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പല സമയത്തും ഇവർക്ക് ഫണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്ത് എത്തി എന്ന് മേനി പറയാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള കെട്ടുകഥകളും കെട്ടുകണക്കുകളും കെട്ടിപ്പോഞ്ഞ് ഈ കേന്ദ്രത്തിലേക്ക് കൊടുത്തുവിടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത്, ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്നവരാണല്ലോ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വലിയ അവാർഡ് കിട്ടി, സുസ്ഥിര വികസനത്തിനാണ് അവാർഡ് കിട്ടിയത്. ഞങ്ങൾ അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു, എങ്ങനെയാണ് ഈ സുസ്ഥിര വികസനത്തിന് ഇവരെ തിരഞ്ഞെടുത്തതെന്ന് അന്വേഷിച്ചു. സത്യത്തിൽ അത് സ്മാർട്ട് സിറ്റിക്ക് കിട്ടിയ അവാർഡാണ്. സ്മാർട്ട് സിറ്റിയുടെ ഡയറക്ടറും സ്മാർട്ട് സിറ്റിയുടെ MD-യുമാണ് ആ വിഷയത്തിൽ അപേക്ഷകരായിട്ടുള്ളത്. അവരാണ് ഈ പറയുന്ന ഓർഗനൈസേഷന് ഈ പറയുന്ന ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തത്. അതിൽ അവർക്ക് അവാർഡ് കിട്ടുന്നതിൽ 2 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ, ഒന്ന് 100 ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി തിരുവനന്തപുരത്ത് ഇറങ്ങിയതാണ്. 2 ഏറ്റവും വലിയ ഒരു ചാർജിംഗ് സ്റ്റേഷൻ, ഇവിടെ ഈഞ്ചക്കലിൽ പണിയാൻ പോകുന്ന ചാർജിംഗ് സ്റ്റേഷൻ. ഇതൊക്കെയാണ് ഈ പറയുന്ന അവാർഡിന് സുസ്ഥിര വികസന അവാർഡിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ അർഹമായിട്ടുള്ള. അപ്പം ഇങ്ങനെ കെട്ടുകഥകളും കള്ളങ്ങളും പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തെ പറ്റിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇത് ഞാനൊരു കാര്യം പറയാം, പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞ്, പൊളികൾ പറഞ്ഞ്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെയൊക്കെ അടിമകളാക്കി നിർത്തിക്കൊണ്ട് ഇവർ കുറേ അധികം ഭരണത്തിൽ മുൻപോട്ട് പോയി. പക്ഷെ അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഈ കള്ളങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ സ്തൂപങ്ങളെ മുഴുവൻ തകർത്തെറിയുന്ന ഒരു രാഷ്ട്ര ചേതന നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു മറ്റു രാഷ്ട്രങ്ങളിൽ. അതേപോലെ ബംഗാൾ പോലെ, ത്രിപുര പോലെ കേരളത്തിലും പിണറായി വിജയൻ പാർട്ടി ഓഫ് കമ്മ്യൂണിസ്റ്റ് അത് തകർന്നു തരിപ്പണമാകും. അതിന്റെ ആണിക്കല്ല് കേരളത്തിൽ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഊരിപ്പോകുമെന്നുള്ള ഭയത്തിലാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിന് വേണ്ടി CPM ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ പരിപ്പ്, ഗവർണറോട് നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പരിപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേവിക്കുന്ന ഈ പരിപ്പ് കേരളത്തിൽ വേകാൻ വേണ്ടി പോകുന്നില്ല. അതിനെ തടയിടാൻ ജനാധിപത്യവാദികളായിട്ടുള്ള, രാഷ്ട്രസ്നേഹികളായിട്ടുള്ള, അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ രംഗം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. അങ്ങനെ ബഹുജനങ്ങളുടെ അടിത്തറയിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ നിലപാടിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്കതിൽ വേണ്ട. ഓക്കെ, ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ച് ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിച്ച ഇടത് ചരിത്രകാരന്മാരുടെ പാതയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. സാമൂഹ്യശാസ്ത്ര പാഠം വസ്തുനിഷ്ഠമായി തയ്യാറാക്കേണ്ടതാണ്. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അജണ്ട അവതരിപ്പിക്കാനുള്ള മാധ്യമമാക്കരുത്. പാഠപുസ്തകം തയ്യാറാക്കിയവർക്കെതിരെ രാജ്ഭവൻ നിയമ നടപടിയുമായി നീങ്ങാൻ സാധ്യതയുണ്ട്. വളർന്നു വരുന്ന തലമുറയെ വഴിതെറ്റിക്കാനുള്ള ശ്രമം
വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ കൂടുതൽ കരുതിയിരിക്കുക.